ഏതായാലും നമുക്ക് സർ അതിനോടൊപ്പം തന്നെ ടെക്നിക്കൽ സൈഡ് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. നമ്മോടൊപ്പം ഇന്ന് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ വ്യൂവും ഒപ്പം തന്നെ വിവിധ സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും ഒപ്പം തന്നെ ഹാർനസ് ഫിന്നിൻ്റെ ചീഫ് സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള മിസ്റ്റർ അനീഷ് ചന്ദ്രൻ സി വി ആണ്. സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ. ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ തീർച്ചയായിട്ടും ഇന്നലത്തെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും 24,700 എന്നൊരു ലെവൽ റീടെസ്റ്റ് ചെയ്യാനായിട്ടും ഇൻഡെക്സ് ശ്രമിക്കുന്നുണ്ട്. നിലവിൽ 24,691.15 എന്നൊരു നിലയിലാണ് കാണുന്നത്. നിഫ്റ്റിയുടെ ശക്തമായിട്ടൊരു ബൗൺസ് ബാക്കിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ടെക്നിക്കലി അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരു നല്ലൊരു ബൗൺസ് ബാക്ക് ആണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അതിനു മുമ്പ് വലിയൊരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, റിക്കവറിക്ക് ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നത്. ഇപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും ഒരു റിട്രേസ്മെൻ്റ് ആണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 25,000 അടുത്തേക്ക് ഇത് കൊണ്ടുപോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ബട്ട് അടുത്ത 1-2 ദിവസം കൂടെയുള്ള ട്രേഡിംഗ് ഡേയിൽ ഇതിനെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് പറയാൻ പറ്റുന്നത് 24,750 നിയർലി ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. ആ റെസിസ്റ്റൻസ് സോണിൻ്റെ അടുത്ത് ഇന്നോ ഇൻട്രാഡേയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് മുകളിൽ വരികയാണെങ്കിൽ 25,000 റീഗെയിൻ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇത് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വളരെ വലിയൊരു മൂവ്മെന്റ്സിന് തന്നെ തയ്യാറെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം വളരെ സ്ലോ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇന്ന് രാവിലെ കാണുന്നത്. കഴിഞ്ഞ ദിവസം നല്ലൊരു മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ കാണുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നത് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഒരു 300 പോയിന്റ്സിന്റെ മൂവ്മെന്റ്സ് നമുക്ക് അതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നും അടുത്ത ദിവസമായിട്ടൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. 56,000 അടുത്തേക്ക് ബാങ്ക് നിഫ്റ്റിയും കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. സപ്പോർട്ട് സോണെല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന സപ്പോർട്ട് സോണിലേക്ക് നിഫ്റ്റി ആയിരുന്നാലും ബാങ്ക് നിഫ്റ്റി ആയിരുന്നാലും ആ റൗണ്ട് ഫിഗറിലേക്ക് അടുത്ത് തന്നെയാണ് ഇപ്പോഴും സപ്പോർട്ട് സോൺ ഉള്ളത്. സർ, അതിനോടൊപ്പം തന്നെ PSU ബാങ്ക് ഇൻഡെക്സിലൂടെ വരികയാണ്. ഇന്നലെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് PSU ബാങ്കിൽ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ചും SBIയുടെ റിസൾട്ട് വന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ ഒരു ഇൻഡെക്സിലും കണ്ടിരുന്നു. കമ്പാരിറ്റീവ്ലി ഒരുപക്ഷെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സെക്ടേഴ്സിൽ ഒന്നായിരുന്നു. ഇന്നിപ്പോൾ വളരെ ഫ്ലാറ്റിഷ് ആയ ഒരു ടോണിലാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് ഒന്നും നമുക്ക് ഈ ഒരു ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നിഫ്റ്റിയുടെ PSU ബാങ്ക് ഇൻഡെക്സിൽ കാണുന്നില്ല. നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സിൻ്റെ ഒരു ടേക്ക് എന്താണ്? വീണ്ടും ഒരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇന്നലെ വന്നത് തന്നെ വളരെയധികം ഒരു ഹൈ മൂവ്മെന്റ്സ് ആണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തിരുന്ന ഒരു വലിയൊരു മൂവ്മെന്റ്സ് ആണ് ഇന്നലെ വന്നിരുന്നത്. അതിന് ശേഷമുള്ള ചെറിയ റിലീഫ് അത് തന്നെയാണ് ഇന്ന് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് ഇതുപോലെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. സെക്കൻഡ് ഹാഫിൽ വീണ്ടും അത് റീഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു 7,100 അടുത്തേക്കൊക്കെ കൊണ്ടുപോകാനാണ് PSU ബാങ്ക് ഇൻഡെക്സിന്റെ മൂവ്മെന്റ്സിന് സാധ്യതയുണ്ട്. 100 പോയിന്റ്സിനെ ഇപ്പോൾ ഇന്നും മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ വലിയൊരു റാലി, ഹ്യൂജ് റാലിയാണ് നമുക്ക് അതിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ട്രെൻഡിൽ അല്ലായിരുന്നെങ്കിൽ പോലും വലിയൊരു റാലി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഇന്നലത്തെ ലെവലിൽ അത് കിട്ടിയത് കൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും ഇതിന് സാധ്യതയുണ്ട്. ഇന്ന് ചിലപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിരിക്കും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ വീണ്ടും റീഗെയിൻ ചെയ്യുന്ന പബ്ലിക് സെക്ടർ ബാങ്ക്സ്. നമുക്ക് അതിനൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നോ അല്ലെങ്കിൽ ഒരു സ്ലോ സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറയാനേ കഴിയുള്ളൂ. തീർച്ചയായിട്ടും അത് വീണ്ടും മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയാണ് ഇന്ന് കാണുന്നത്. ഇന്നലെ ക്വാർട്ടർലി നമ്പേഴ്സ് പബ്ലിഷ് ചെയ്ത ഒരു കമ്പനി ആയിരുന്നു മുത്തൂറ്റ് മൈക്രോഫിൻ എന്ന. വളരെ നിരാശപ്പെടുന്ന തരത്തിലുള്ള നമ്പേഴ്സ് ആയിരുന്നു കമ്പനി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം അവരുടെ അറ്റാദായത്തിലടക്കം 94% ഇയർ ഓൺ ഇയർ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ നെറ്റ് ഇൻകത്തിലുമൊക്കെ പരിശോധിക്കുമ്പോഴേക്കും 16% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം തുടക്കത്തിൽ തന്നെ 5.5% ലോസ് ഉണ്ടായിരുന്നു. നിലവിൽ ഏകദേശം 4.25% മുകളിലുള്ള ഒരു ലോസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. മുത്തൂറ്റ് മൈക്രോഫിനുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അതില് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വളരെ വ്യൂ ആയിട്ട് അങ്ങനെ പറയാനായിട്ട് ഒരു മൂവ്മെന്റോ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസീവ് അറ്റംപ്റ്റോ തന്നെ ആ സ്റ്റോക്സിന്റെ പ്രൈസിൽ നമ്മൾക്കിപ്പോൾ കാണുന്നില്ല. വളരെ ഒരു റേഞ്ച് ബൗണ്ടായിട്ടാണ് 120, 170, 180 ലെവലിൽ റൗണ്ടായിട്ടാണ് കഴിഞ്ഞ ഏകദേശം ഒരു 7-8 മാസമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 150 എന്ന് പറയുന്നതായിരുന്നു അതിന്റെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലെവൽ. അതിനുശേഷം അത് കണ്ടിന്യൂസ് ആയിട്ട് താഴ്ത്തു വരികയാണ്. എനിക്ക് തോന്നുന്നു വീണ്ടും അത് 120 അടുത്ത് തന്നെ വന്ന് റീടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊരു വലിയൊരു സപ്പോർട്ട് സോൺ ആണ് 120 എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് പറയാം 120 ബോട്ടം ഔട്ട് എന്ന് പറയാൻ പറ്റും. എത്രത്തോളം അപ്സൈഡിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു വോളിയം കുറഞ്ഞ ഒരു സ്റ്റോക്സ് തന്നെയാണിത്. അപ്പോൾ ഇതെന്തായാലും ഒരു ട്രേഡിംഗ് വ്യൂ എന്നല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ട്രേഡിംഗ് വ്യൂ എന്നുള്ള നിലയിലല്ലാതെ ഒരു
ഷോർട്ട് ടൈം ടു ലോങ് ടൈം പിക്ക് എന്ന നിലയിൽ 120 വളരെ കോൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണെന്ന് പറയാം. ബട്ട് അപ്പർ സൈഡ് നോക്കുകയാണെങ്കിൽ 150 180 ലെവലിൽ നമുക്കൊരു ഷോർട്ട് ടൈം വ്യൂവിൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു റേഞ്ചിന്റെ അടുത്താണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ടു ട്രേഡ്, അത് കുറച്ച് കാലം കൂടെ അങ്ങനെ തുടരുമെന്നാണ് എനിക്കും തോന്നുന്നത്. യെസ്. ഒപ്പം ഇന്നലെ റിസൾട്ട് വന്ന മറ്റൊരു കമ്പനിയായിരുന്നു പ്രാജ് ഇൻഡസ്ട്രീസ്. പ്രാജ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ റിസൾട്ടിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും എബിഡയിലും മാർജിനിലും അടക്കം ഒരു കുറവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓഹരികളിലും ആ ഒരു നമ്പേഴ്സിന് ഒരു റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഡെയിലി ബേസിൽ പരിശോധിക്കുമ്പോൾ ഗ്യാപ്പ് ഡൗണിലായിരുന്നു ഓഹരി ട്രേഡിംഗ് ആരംഭിച്ചിരുന്നത്. നിലവിൽ 6.5% മുകളിൽ ഒരു നഷ്ടത്തിലാണ് പ്രാജ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. പ്രാജിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പ്രാജ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിരുന്ന താഴോട്ടാണ്. 850 അടുത്ത് നിന്ന് നമ്മൾ ഗ്രാജുവലി അത് താഴോട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ഒരു താഴോട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നത് 400 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ തന്നെ ഓൾ ടൈം ലോയിലാണ്, ഓൾ ടൈം അല്ല, ഈ കഴിഞ്ഞ 2 വീക്ക് ലോയിലൊക്കെയാണ് അത് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്ന വീണ്ടും ഒരു ഫർദർ ഡൗൺ ട്രെൻഡ് പോവാം. അതുവരെ ഒന്ന് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കും നല്ലത്. എവിടെയെങ്കിലും കൺസോൾട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രം നമുക്ക് അതിൽ ഒരു റീതിങ്കിങ് നടത്താം എന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ നിലയിൽ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കും. ഒപ്പം തന്നെ റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് തിലക് നഗർ ഇൻഡസ്ട്രീസ് ആയിരുന്നു. തിലക് നഗറിനെ സംബന്ധിച്ചിട്ട് വളരെ മികച്ച നമ്പേഴ്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 121% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കമ്പനിയുടെ മറ്റ് പാരാമീറ്റേഴ്സൊക്കെ പരിശോധിക്കുകയാണെങ്കിലും റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലടക്കം വളരെ കൃത്യമായിട്ടൊരു വളർച്ച കൈവരിക്കാനായിട്ട് തിലക് നഗർ ഇൻഡസ്ട്രീസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓഹരികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചും ലേറ്റസ്റ്റ് ആയിട്ട് പല അഡിഷൻസും അക്വിസിഷൻസിൻ്റെ കേസും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ നമ്പറിനോട് വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ഓഹരികൾ റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 5.5% മുകളിലൊരു നേട്ടം ഇപ്പോഴും നൽകുന്നുണ്ട്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു തിലക് നഗറിൽ കാണാനും സാധിച്ചത്. തിലക് നഗറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്കിലോ ഒക്കെയാണ് നമ്മൾ അതിന്റെ പോസിറ്റീവായിട്ടുള്ള ഫണ്ടമെന്റൽ അപ്ഡേറ്റ്സ് കൊടുത്തിരുന്നത് എന്ന് തോന്നുന്നു. ഞാൻ അന്ന് ആ സെഷനിൽ ഞാൻ തന്നെ ഉണ്ടായിരുന്നു. ഇതൊരു പോസിറ്റീവ് ട്രെൻഡ്, ഞാൻ അന്നും പറഞ്ഞൊരു കണ്ടിന്യൂഷൻ ട്രെൻഡാണ്. അതനുസരിച്ചിട്ട് മുകളിലോട്ട് പോയിട്ട് കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരുന്നു വന്ന് അതിനുശേഷം വീണ്ടും ഇത് പോസിറ്റീവ് ന്യൂസ് വന്നപ്പോഴേക്കും റീഗെയിൻ ചെയ്യുന്നു. ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ്. നമുക്ക് അതിൽ റീതിങ്കിന്റെ ആവശ്യമില്ല. അത് നിയറസ്റ്റ് ഒരു റെസിഡൻസ് പോയിന്റ് എന്ന് പറയുന്നത് 520 ആണ്. 520 എപ്പോൾ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. വോളിയം ഒക്കെ ഇപ്പോഴും ഇമ്പ്രൂവ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള വ്യൂസ് അത് രണ്ട് സൈഡിലും പോസിറ്റീവായിട്ട്, ഫണ്ടമെന്റൽ സൈഡിലും അതേപോലെ തന്നെ അതിന് സപ്പോർട്ടീവായിട്ട് ടെക്നിക്കൽ സൈഡിലും അത് പോസിറ്റീവ് ഉണ്ട്. ഒരുപാട് ബയേഴ്സ് ഉണ്ട്, അതായത് ക്രൗഡ് പുള്ളിങ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സ്റ്റോക്സിനെ സംബന്ധിച്ച് മികച്ചൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ഉള്ള ആളുകൾക്ക് നല്ലത്, അല്ലെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും പിന്നീട് നല്ലത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ടു ബി പോസിറ്റീവ്, അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് കുറച്ചു കാലം കൂടെ അത് തുടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം ഗെയിൻ നമുക്കും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നേരത്തെ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മളെ വ്യൂവേഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ ഒരു ഇൻസൈറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ ഓഫീസ് സ്പേസ് സൊല്യൂഷൻസിനെ കുറിച്ചുകൂടി ചോദിക്കുകയാണ്. ഓഫീസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടൊരു കമൻട്രി എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഏകദേശം ഈ ഒരു 2026 സാമ്പത്തിക വർഷത്തോടു കൂടി 40,000 സീറ്റ്സ് അഡീഷണൽ ആയിട്ട് വരുന്നു. അതിനോടൊപ്പം തന്നെ അവരുടെ മിഡ് ടയർ GCസിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്യുന്നതടക്കമുള്ള അപ്ഡേഷൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഓഫീസ് സ്പേസ് സൊല്യൂഷൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇതൊരു കൺസെപ്റ്റ് എവാലുവേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പം നമ്മൾ അതിലേക്ക് കൂടുതൽ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ കൂടുതൽ ഒരു ശ്രദ്ധ നൽകി തന്നെ ഈ സ്റ്റോക്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യണം. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. അവിടെ ഒരു 520 ആയിരുന്നു അതിൻ്റെ സപ്പോർട്ട് ലെവൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട് ഗ്രാജുവലി. എനിക്കിപ്പോഴും അത് കൺസോൾട്ടേഷൻ ലെവലിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ ആയിരിക്കും വലിയൊരു മൂവ്മെന്റ്സിന് സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. ബട്ട് അത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യണം, കുറച്ചുകൂടെ ടൈം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പറയാനായിട്ടാണെങ്കിൽ 680 ആണ് വലിയൊരു സപ്പോർട്ടായി, റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു എക്സ്പോയിന്റ് പോയിന്റിന് മേളിൽ വന്നാൽ മാത്രം ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ വലിയൊരു
ഒരു പോസിറ്റീവായിട്ട് കണ്ടിന്യൂസ് പാറ്റേൺസ് വരുമെന്ന് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോഴത്തെ ലെവലിൽ ഞാൻ പറയുന്നു ഒരു 600 680 എന്ന് പറയുന്നത് വളരെയധികം ഒരു റെസിസ്റ്റൻസ് ഉള്ള സോൺസ് ആണ്. അപ്പോൾ അതൊരു വെയിറ്റ് ആൻഡ് വാച്ച് അല്ലെങ്കിൽ നമ്മൾ കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു സോണാണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ലോയിലും ആണ് 520. അപ്പോൾ ഇതാണ് ഒരു ഷോർട്ട് ടൈം ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത്. എന്തായാലും 1-2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ച് ട്രേഡിംഗ് ഡേയ്സിൽ അത് പോസിറ്റീവ് തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. 680 അടുത്തൊക്കെ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ബട്ട് ഗ്രാജുവലി അത് വളരെയധികം ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ബ്രേക്ക്ഔട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാർ, അതോടൊപ്പം തന്നെ ICICI ബാങ്കിലേക്ക് കൂടി വരികയാണ്. ICICI ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വളരെ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ നിരാശപ്പെടുന്ന പല അപ്ഡേഷൻസും ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ബാലൻസ് മിനിമം ബാലൻസ് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് പരിശോധിക്കുമ്പോഴേക്കും അത് അവരുടെ ഒരു കോസ്റ്റ് കുറയ്ക്കുക, റവന്യൂ കൂട്ടുക എന്നൊരു മെത്തേഡായിട്ട് വേണം കണക്കാക്കാൻ. ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരുപക്ഷെ നിഫ്റ്റി ബാങ്കിനെ ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്യുന്ന ഓഹരികളിൽ ഒന്നാണ് ICICI ബാങ്ക്. 0.5% ഒരു ഇടിവിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ICICI ബാങ്ക് ഓഹരികളിലെ താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇന്ന് ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ വലുതായിട്ട് കെയർ ചെയ്യേണ്ട എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഒരു ലോങ് ടൈലുള്ള ആ ഒരു ക്യാൻഡിലാണ് ഇന്ന് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് അടുത്ത തന്നെ ട്രേഡിംഗ് അവേഴ്സിൽ നമുക്കത് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഒരു റിക്കവറിക്ക് സാധ്യതയുള്ള ഒരു സ്റ്റോക്സ് ആണ് ഇപ്പോഴത്തെ ലെവലിൽ. ലോങ് ടേം ട്രെൻഡ് നോക്കിയിരുന്നാലും പോസിറ്റീവ് ട്രേഡ് തന്നെയാണ് കണ്ടിന്യൂ, അല്ലെങ്കിൽ പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇമീഡിയറ്റ്ലി വന്നിരിക്കുന്ന ചില ന്യൂസുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആണ് ഇപ്പോൾ വരുന്നത്. കാരണം ഇടയ്ക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരുന്നത് തന്നെ സ്റ്റോക്സിനെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം അതിലുള്ള ഓവർ എക്സ്പെക്ടേഷൻസ് ഒക്കെ മാറി വീണ്ടും അതിൽ ജെന്യൂൻ ആയിട്ടുള്ള ബയേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ടായിരിക്കും ചെറിയൊരു കറക്റ്റീവ് ആക്ഷൻസ് വന്നിട്ടുണ്ട്. അത് നല്ലതാണ്. അപ്പോൾ ഇമീഡിയറ്റ് സപ്പോർട്ടിനടുത്താണ് അത് ട്രേഡ് ചെയ്യുന്നത്. 1400 എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു 1500 പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് തന്നെ അത് മൂവ് ചെയ്യാനുള്ള അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴത്തെ ലെവലിൽ കാണുന്നത്. 1044 എന്നുള്ള ലെവലിൽ നിന്ന് എപ്പോൾ പോവുകയാണെങ്കിൽ 1470 വരെയൊക്കെ പോകാനുള്ള സാധ്യത ഇന്ന് തന്നെ ഉണ്ട് എന്നതാണ് എൻ്റെ പ്രതീക്ഷ. സർ, അവസാനമായിട്ട് ടാറ്റ മോട്ടോഴ്സിലേക്ക് കൂടി വരികയാണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കമ്പനിയുടെ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടും സാറ്റിസ്ഫാക്ടറി അല്ലാത്ത നമ്പേഴ്സ് ആയിരുന്നു പബ്ലിഷ് ചെയ്തത്. പക്ഷേ ആ ഒരു നമ്പേഴ്സിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വളരെ ശക്തമായിട്ട് അപ്സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നലെ മുതൽ ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ സാധിച്ചിരുന്നത്. ഇന്നലെ ഒരുപക്ഷെ നിഫ്റ്റിയുടെ ആ ഒരു റാലിയിൽ ഒരു മേജർ പാർട്ട് വഹിച്ച ഓഹരികളിലൊന്നായിരുന്നു ടാറ്റ മോട്ടോഴ്സ്. ഇന്നും ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടമാണ് ടാറ്റ മോട്ടോഴ്സിൽ കാണുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു സെക്ടർ അല്ല ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബാഡ് ന്യൂസും ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു കൺസോൾട്ടേഷൻ മൂവിലുള്ള ഒരു സ്റ്റോക്സ് ആണ് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ആൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നതുകൊണ്ട് തന്നെയാണ് ആയിരിക്കും ഈ റിസൾട്ട് വന്നതിന് ശേഷം അതിന് മുകളിലോട്ട് വരുന്നത്. കാരണം ബയോ ഓൺ റൂമേഴ്സ് സെല്ലോൺ ന്യൂസ് എന്നാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓപ്പോസിറ്റ് പ്രവർത്തിക്കുന്നതായിരിക്കാം ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ടെക്നിക്കലി പോയിന്റിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത് കൺസോൾട്ടേഷൻ മൂവിൽ തന്നെയാണ്. ബട്ട് ഇപ്പോഴത്തെ ലെവലിൽ 700 അടുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. വോളിയം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഷോർട്ട് ടൈം, വളരെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് ടൈമിൽ ഇത് 680 700 എന്നുള്ള ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ലെവലിൽ കാണുന്നത്. ബട്ട് കൺസോൾട്ടേഷൻ അത് അവിടെ തുടരുക തന്നെ ചെയ്യും. നമുക്ക് 750 എബോവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ബ്രേക്ക്ഔട്ട് പറയാനായിട്ട് കഴിയുള്ളൂ. ബട്ട് ഇൻ ബിറ്റ്വീൻ ഒരു ട്രേഡിംഗ് പോയിന്റ്സിൽ നമുക്കത് ട്രേഡ് ചെയ്യാൻ കൺസോൾട്ടേറ്റഡ് ലെവൽ അല്ലെങ്കിൽ റേഞ്ച് ബോണ്ടിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഇന്നത്തെ നിലയിൽ പോസിറ്റീവ് ആണ്. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. Thank you.